എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഓർപ്പിച്ചതുപോലെ ഈ ചാനൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇസ്രയേൽ, പാലസ്തീൻ, മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ ഇസ്രയേൽ പാലസ്തീൻ വിഷയങ്ങളും അതിനോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ലോക വാർത്തകളായിരിക്കും ഇവിടെ ഷെയർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമേ. അങ്ങനെയെങ്കിൽ കൂടുതൽ വീഡിയോകളും അതുപോലെ അനേകം പേരിലേക്ക് ഇതെത്തുവാനും ഒക്കെ സഹായകരമാവും. അപ്രകാരം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തെ ഞാൻ ഈ സമയം ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിക്കുകയുണ്ടായി, ഇറാന് എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ആക്രമിക്കാതെ 3 ആഴ്ചയോളമായിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ആർക്കെങ്കിലും ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ഏകദേശം 3 ആഴ്ചയോളം ആയി നമ്മൾ ഓർത്തതുപോലെ ഈ ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയായും അതുപോലെ തന്നെ ലെബനോനിൽ ബെയ്റൂട്ടിൽ വെച്ച് യുടെ തലവനായിരിക്കുന്ന ഷുക്കൂറിനെയും ഇസ്രയേലെ കൊലപ്പെടുത്തിയത് നമ്മളൊക്കെ വാർത്തകളിൽ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ കാണുകയായിരുന്നു ഇറാൻ ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിനെ ആക്രമിക്കും എന്നുള്ള വെല്ലുവിളികളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഏകദേശം 3 ആഴ്ചയോളം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള അക്രമങ്ങളും ഇതുവരെയും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നിടം വരെയും ഇസ്രയേലിനെതിരായിട്ട് യാതൊരു അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഏത് നിമിഷവും ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളായിരിക്കുന്ന ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തികൾ അല്ലെങ്കിൽ ഇറാനിൽ തന്നെ ഉള്ളതായിട്ടുള്ള മറ്റ് ഭീകര സംഘടനകൾ, ഇറാഖിലുള്ള സംഘടനകളുണ്ട്, അതുപോലെ സിറിയയിലുള്ള തീവ്രവാദ സംഘടനകളുണ്ട്. ഇവരിൽ നിന്നൊക്കെയുള്ള അക്രമം ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇസ്രയേൽ ഓരോ നിമിഷവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് അത് കൂടുതൽ ഡീറ്റെയിൽ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു രാജ്യം, ഒരു ശത്രു രാജ്യം, അല്ലെങ്കിൽ ആ ഇസ്രയേൽ എന്ന് പറയുന്നതായിട്ടുള്ള ആ ചെറിയ രാജ്യം, നമുക്കറിയാം അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ വലിപ്പം പോലും ഇല്ലാത്തതായിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ്റെ പ്രോക്സികളായിരിക്കുന്നതായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ, സിറിയയിൽ തന്നെ അനേകം തീവ്രവാദ ഗ്രൂപ്പുകൾ, അതുപോലെ ഹമാസ്, മറ്റ് ഇറാഖിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇവരെ എല്ലാം ഇറാൻ ചെല്ലും ചിലവും കൊടുത്ത് ഈ ഇസ്രയേലിന് ചുറ്റും ഒരു വളയം തീർത്തിരിക്കുകയാണ്. നമ്മളതിനെ വിളിക്കുന്നത് തന്നെ, യുദ്ധ പ്രമുഖരൊക്കെ പറയുന്നത് തന്നെ റിംഗ് ഓഫ് ഫയർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഏത് നിമിഷവും ഇസ്രയേലിനെതിരെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ആക്രമിക്കുവാൻ ഉപയോഗപ്പെടുത്തത്തക്കവണ്ണം അതിന് വേണ്ടുന്ന ആയുധങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിനെ പോറ്റിപ്പുലർത്തുന്നത് ഇറാൻ ആണ് എന്നുള്ളത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെയും ഒക്കെ തലവൻ ഇറാനാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഇറാൻ്റെ അതിഥിയായി ചെന്നിരുന്ന ഇസ്മായിൽ ഹനിയെയാണ് അവരുടെ സൈനിക ആസ്ഥാനത്ത് തന്നെ, അല്ലെങ്കിൽ അവരുടെ 3 വിധത്തിലുള്ളതായിട്ടുള്ള സുരക്ഷകളൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു കെട്ടിടത്തിൽ വെച്ച് അവരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് അവർ ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും ഇസ്മായിൽ ഹനിയെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ അതിന് റിവെഞ്ചായിട്ട് ഇസ്രയേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് ഇറാന് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഇറാൻ ഈ 3 ആഴ്ചയോളം ഇങ്ങനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും ഇസ്രയേലിൽ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ നാം ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അവർ സദാസമയവും വളരെ ജാഗ്രതയോടുകൂടി എപ്പോഴും ഒരു അക്രമം ഉണ്ടാകാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അത് ഇസ്രയേൽ സൈന്യത്തിനും ഗവൺമെൻറ്റിനും ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രഷർ വളരെ അധികമാണ്. കാരണം അവർക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാകുവാൻ പാടില്ല. അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ട് അവർ വളരെ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകണം. അതിനിടയ്ക്കാണ് തന്നെയാണ് ഈ ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയുമുള്ള യുദ്ധം മറുസൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിട്ടുള്ള ഒരു സമയത്തു കൂടിയാണ് ഇസ്രയേൽ കടന്നു പോകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ പല യുദ്ധതന്ത്രജ്ഞരും ഇസ്രയേലിൽ നിന്നുള്ള യുദ്ധതന്ത്രജ്ഞരും പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു രാജ്യം നമ്മളെ ആക്രമിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മൾ അതിനുവേണ്ടി ഒരു മിസൈൽ വരുന്നത് വേണ്ടി നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു രാജ്യം നമ്മളെ തീർച്ചയായും ആക്രമിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തിരിച്ച് ആക്രമിക്കണം എന്നുള്ള ഒരു നിലപാടുള്ള അനേകം പേര് ഇസ്രയേലിൽ ഉണ്ട് എന്ന് നമുക്ക് കാണും. അല്ലെങ്കിൽ ഇസ്രയേൽ മിലിറ്ററിയിൽ പോലും അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരപ്രകാരമുള്ള പ്ലാനുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇറാൻ അടിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചവരെ ആക്രമിക്കുക എന്നുള്ള ഒരു നയം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേലിനെ അപ്രകാരം ചെയ്യാതെ ഇരിക്കുന്നത്, നമുക്കറിയാം ഇസ്രയേലിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർക്ക് ഭീഷണിയായിരിക്കുന്നതിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് അവരുടെ ഭീഷണി ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയമാണ്. അത് വളരെ വിജയകരമായിട്ട് ലോകത്ത് നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇസ്രയേൽ ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പല കോണിൽ നിന്നും പല ഉപദേശകരും അതുപോലെ തന്നെ പല വിദഗ്ധരും ചോദിക്കുകയുണ്ടായി. അതിനുള്ള പ്രധാന കാരണം, അനേകം അഭിപ്രായങ്ങൾ പലരിൽ നിന്നും വരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം അമേരിക്ക തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ഈ ഡെമോക്രാറ്റിക് ഭരണം ആണ് അമേരിക്കയിൽ നടക്കുന്ന, അവരുടെ തലവനായിരിക്കുന്ന ജോ ബൈഡൻ ആണ് അവിടെ ഭരണം നടത്തുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ജോ ബൈഡൻ നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ അമേരിക്കയുടെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു പ്രസിഡൻ്റ് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിധത്തിലും അമേരിക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ഭയവും മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ ഈ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അമേരിക്കയെ ആരും ഒരു വിധത്തിൽ ഒരു പരിധി വരെ ഗൗനിക്കാത്ത രീതിയിലാണ് പല രാജ്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ സുരക്ഷാ കാര്യങ്ങളിലാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളാണെങ്കിലും അവർക്ക് ഇൻറ്റേർണലായിട്ട് തന്നെ അനേകം വിഷയങ്ങൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ബോർഡറിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. അനേകം അനധികൃത കുടിയേറ്റക്കാർ അവിടേക്ക് കടന്നു വന്ന് അനേകം പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോ ഹമാസ്, പ്രോ പാലസ്തീൻ എന്ന് പറഞ്ഞുള്ള വിഷയങ്ങൾ അനേകം അവിടെ നടന്ന് വളരെ പ്രഷർ അവരുടെ മിനിസ്ട്രിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അമേരിക്കയുടെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജോ ബൈഡൻ അവരുടെ ക്യാബിനറ്റിനെ ഈ ഒരു യുദ്ധം വീണ്ടും ഇൻഫ്ലേറ്റ് ചെയ്യുവാൻ അവർക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഈ നവംബറിൽ നടക്കുവാൻ പോകുന്ന അമേരിക്കൻ ഇലക്ഷനെയൊക്കെ ബാധിക്കും എന്നുള്ള ഒരു ഭയമൊക്കെ ഈ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക, അത് തന്നെയല്ല ജോ ബൈഡൻ്റെ നേരത്തെ ഇവൻ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ജോ ബൈഡൻ്റെ ഒരു നയമെന്ന് പറയുന്നത് എല്ലാം ക്ഷമിച്ച് നമ്മൾ അങ്ങനെ പോകണം എന്നുള്ള ഒരു നയമായിരുന്നു പലപ്പോഴും തൻ്റേതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം ഇസ്രയേൽ അതിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. അവർ അടിക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു നയത്തിലാണ് ഇസ്രയേൽ പലപ്പോഴും മുൻപോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് അവർ വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇസ്രയേലിനെ അല്ലെങ്കിൽ ഇറാനോടുള്ള ബന്ധത്തിൽ ഇസ്രയേൽ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കുവാൻ പാടില്ല. ഈവൻ അവർ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു കാരണവശാലും ഇസ്രയേൽ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുവാൻ പാടില്ല എന്നുള്ളൊരു നിലപാടെടുത്ത് അതിനെ വളരെ സമ്മർദ്ദം ഇസ്രയേലിന്മേൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിനെ അങ്ങോട്ട്
പോയി ആക്രമിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും ആയുധങ്ങളോടുള്ള ബന്ധത്തിൽ അമേരിക്കയെ അവർ വളരെ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അമേരിക്കയെ അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനെയും കൊണ്ട് വളരെ പ്രയോജനമുണ്ട് എന്നുള്ള കാര്യവും നാം മറക്കരുത്. എങ്കിൽ പോലും അമേരിക്കയുടെ ഒരു സഹായമില്ലാതെ ഇസ്രയേലിന് പലപ്പോഴും നിലനിൽപ്പ് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ള കാര്യം ഉള്ള സത്യം നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. അപ്പോൾ ആ ഒരു വീക്ക്നെസ് വെച്ചിട്ടാണ് ഇസ്രയേലിനെ ഇവർ നിരന്തരമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോ ബൈഡൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഇറാനെ അങ്ങോട്ട് ആക്രമിക്കുവാൻ പാടില്ല. ഇറാൻ നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഡിഫെൻസീവ് മോഡിൽ മാത്രമേ നിൽക്കുവാൻ പാടുള്ളൂ. ഞങ്ങൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ ഒഫൻസിലേക്ക് പോയാൽ, നിങ്ങൾ തിരിച്ചാക്രമിച്ചാൽ ഞങ്ങളുടെ സഹായം ചിലപ്പോൾ ഉണ്ടാകുകയില്ല എന്ന് തീർത്ത് ജോ ബൈഡൻ നെതന്യാഹു ഗവൺമെൻറ്റിനെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, അമേരിക്കയുടെ ഒരു നിലപാട് അപ്രകാരമാണ്, അല്ലെങ്കിൽ ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു നിലപാട് അങ്ങനെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ഒരു വിധത്തിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ പാലസ്തീനെ അങ്ങോട്ട് ആക്രമിക്കുന്നതോ, പാലസ്തീനെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല, ഹമാസിനെ അങ്ങോട്ട് ആക്രമിക്കുന്നതോ ഒന്നും താല്പര്യം ഒരു പരിധിവരെ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും ഇസ്രയേലിനെ പുറകിൽ കൂടി കുത്തുന്ന അവസ്ഥയാണ് അമേരിക്ക ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇരിക്കുന്നതെന്ന് നാം മറന്നുപോലെ. നമ്മുടെ മീഡിയകളിലൊക്കെ പലപ്പോഴും പറയും അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ വാസ്തവം വളരെ വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ അപ്പുറം നാം ചിന്തിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്ക ഇസ്രയേലിനെ അവർക്ക് സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ വണ്ണം അമേരിക്ക പല കാര്യങ്ങളും ഇസ്രയേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളിലും, യുദ്ധത്തോടുള്ള ബന്ധത്തിലുള്ള പല തീരുമാനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കാരണം ഇസ്രയേലിനെ അമേരിക്കയുടെ സഹായവും ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടുന്ന ഒരു അവസ്ഥ കൂടി ഇസ്രയേലിന് ഉണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. പ്രത്യേകിച്ച് ജോ ബൈഡൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ ഒരു കാരണവശാലും ഇറാനെ അങ്ങോട്ട് ആക്രമിക്കല്ലേ, ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ വരുന്ന മിസൈലുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ തകർക്കുവാൻ 13-ന് നമ്മൾ ഓർത്തതുപോലെ ഏപ്രിൽ 13-ന് വന്ന 300-ലധികം വന്നതായിട്ടുള്ള റോക്കറ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ തകർത്തതുപോലെ തന്നെ ഇത്തവണയും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നമ്മൾ ഓർക്കുന്നുണ്ട്, നിങ്ങളിൽ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ജോ ബൈഡൻ ഏപ്രിൽ 13-ലെ ആക്രമണത്തിന് ശേഷം, അല്ലെങ്കിൽ അവർ സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് അതിനെ വന്ന റോക്കറ്റുകളെയൊക്കെ നശിപ്പിച്ച ശേഷം ഇസ്രയേലിനോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത്, നിങ്ങളിപ്പോൾ വിജയിച്ചിരിക്കുകയാണ്, കാരണം ഒരു റോക്കറ്റ് പോലും നിങ്ങളുടെ രാജ്യത്ത് വരുവാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ആ വിജയം അങ്ങനെ എടുക്കൂ എന്ന് പറഞ്ഞ് ജോ ബൈഡൻ ആ കാര്യങ്ങൾ ആ രീതിയിൽ സമ്മർദ്ദത്തിൽ ഇസ്രയേലിനെ ആക്കിയത് നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ഇങ്ങനെ ഇറാൻ്റെ ആക്രമണം വരുന്നത് നോക്കി ഇരിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ്. കാരണം അങ്ങോട്ട് ആക്രമിക്കുവാൻ അമേരിക്ക ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. നമ്മളുടെ മീഡിയകൾ പലപ്പോഴും നേരെ എതിരായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയവും നമ്മൾ നോക്കിയാൽ ആ രീതിയിലാണ് ആ കാര്യങ്ങൾ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ട് അമേരിക്ക ഇരിക്കുന്നതെന്ന് നാം മറന്ന് പോകരുത്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ സ്ഥാപിതമായപ്പോൾ 6 Day വാർ നിങ്ങൾ പലരും അറിയാവുന്നതാണ്. അന്ന് അവർ ചെയ്തതെന്താണ്? അവരെ ആക്രമിക്കുവാൻ ഈജിപ്ത് തുടങ്ങിയതായിട്ടുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ചുകൂടി ഏത് നിമിഷവും അക്രമം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേല് അങ്ങോട്ട് ആക്രമിച്ച് ഈജിപ്തിൻ്റെ വ്യോമ ശക്തിയെല്ലാം തകർത്ത് കളഞ്ഞതൊക്കെ നമുക്കറിയാവുന്ന, അവർക്ക് വലിയ വിജയം അവിടെ നേടിയത് ആ 6 Day വാറിലുണ്ടായത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ആക്രമിച്ചു. എന്നാൽ നമ്മൾ അതിനുശേഷം യോം കിപ്പൂർ വാർ കാണുന്നുണ്ട്. അവിടെ നാം കാണുന്നത് നേരെ തിരിച്ചാണ്. ഇസ്രയേലിന് അന്തിമമായിട്ട് വിജയമുണ്ടായെങ്കിലും ഇസ്രയേലല്ല അവിടെ ആദ്യം ആക്രമിച്ചത്.
ഇസ്രയേലിനെ ആക്രമിക്കുകയായിരുന്നു. ഇസ്രയേൽ വളരെ ലേറ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ തിരിച്ച് ആക്രമം തുടങ്ങിയപ്പോഴേ ഇസ്രയേൽ അന്തിമമായിട്ട് വിജയിച്ചുവെങ്കിലും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1500-2000 പട്ടാളക്കാരെ ഇസ്രയേലിന് നഷ്ടമായി ആ യുദ്ധത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട്. വലിയ നഷ്ടം തന്നെ ഇസ്രയേലിന് വിജയമുണ്ടായെങ്കിലും ഇസ്രയേലിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം അവരെ ആ യുദ്ധത്തിനു വേണ്ടി കാത്തിരുന്ന് ആ യുദ്ധം നേരിടേണ്ടി വന്നു എന്നുള്ള സത്യമാണ് അവർക്ക് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുവാനുള്ള കാരണം. അതുകൊണ്ട് ഈ തവണയും ഇസ്രയേലിലെ പല യുദ്ധ വിദഗ്ധരും പറയുന്നത് നമുക്ക് അങ്ങനെ നോക്കിയിരുന്ന് ഒരു വാറിലേക്ക് ഏർപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ആക്രമിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് ആക്രമിക്കണം, അവരെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ആക്രമിക്കണം എന്നുള്ള ഒരു പോളിസി അവർ പിന്തുടരുന്നു. പക്ഷെങ്കിൽ നെതന്യാഹു ഗവൺമെൻറ്റിനും അവരുടെ മിനിസ്ട്രിക്കും ഉള്ള പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക, ജോ ബൈഡൻ അവർ കൊടുക്കുന്നതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രഷറാണ് അവർക്ക് അപ്രകാരം ഒരു നടപടിയിലേക്ക് നീങ്ങുവാൻ സാധിക്കാതെ വണ്ണം ഇസ്രയേലിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെന്താണ് ചിന്തിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് വളരെ സഹായകരമായിരിക്കും. തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനും കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുവാനും തക്കവണ്ണം ഞാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിതൊക്കെയും ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ഇറാൻ്റെ ഭാഗത്തു നിന്നും തന്നെയല്ല ഇസ്രയേലിന് ഭീഷണിയുള്ളത്. ഇറാനേക്കാളും വളരെ അപകടകാരിയായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മളവരെ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുന്നതിലുപരി ഒരു തീവ്രവാദ സൈന്യമെന്ന് തന്നെ വേണം നമ്മളതിനെ പറയുവാൻ. കാരണം ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തോട് കിടപിടിക്കുന്നതായിട്ടുള്ള അംഗബലവും ആയുധബലവും ഉള്ളതായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവർക്ക് വളരെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അവർ സംഭരിച്ചിട്ടുണ്ട്. വളരെ ട്രെയിൻഡായിട്ടുള്ള വലിയ ഒരു സൈന്യബലം അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ വളരെ സമ്പത്തും അവർക്കുണ്ട് എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇസ്രയേലിൻ്റെ മുൻപിൽ ഹിസ്ബുള്ള ഒന്നുമില്ല എന്നൊക്കെയുള്ള പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ സത്യം അതങ്ങനെയല്ല. ഇസ്രയേലിന് വലിയൊരു ഭീഷണി തന്നെയാണ് ഹിസ്ബുള്ള എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഏതാണ്ട് 100,000 പേരോളമാണ് നോർത്ത് ഹിസ്ബുള്ളയുടെ ആ സൈഡിൽ നിന്നും ഇസ്രയേൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നത്. അവരേതാണ്ട് മാറിയിട്ട് ഏതാണ്ട് 1 വർഷമാവുകയാണ്. അവർക്ക് തിരികെ അവിടേക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല. കാരണം ഹിസ്ബുള്ളയുടെ നിരന്തരമായിട്ടുള്ള റോക്കറ്റ് ആക്രമണമാണ് നോർത്ത് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഹിസ്ബുള്ള ശരിക്കും ഒരു ബീസ്റ്റാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകാൻ അല്ലെങ്കിൽ വിസ്മരിക്കുവാൻ പാടില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു സൈനിക ബലമുള്ളതായിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള എന്നുള്ളത് നാം വിസ്മരിക്കുവാനായിട്ട് പാടില്ല. വരുന്ന വീഡിയോകളിൽ ഹിസ്ബുള്ളയെക്കുറിച്ചും അവരുടെ സൈനിക ശക്തിയും അവരുടെ പ്ലാനുകളും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രചോദനമായിരിക്കും. അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.